യെസ്, താങ്ക് യു അലക്സ്. ഞാൻ റമദ മദ്യാസക്താണ് ഈശാനുഗ്രഹത്തലയുടെ സ്ഥലത്തിൽ ഞാൻ ഇന്ന് മദ്യപിച്ചിട്ടില്ല എൻ്റെ ഒരു തമ്പി. അപ്പോ കഴിഞ്ഞ കുറച്ച് ഹലോ എല്ലാവർക്കും സന്തോഷം, ഒത്തിരി സന്തോഷം, നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി. അപ്പൊ കഴിഞ്ഞ കുറച്ച് ഏതാനും ചൊവ്വാഴ്ചകളിൽ നമ്മൾ ബിഗ് ബുക്കിൽ ഓരോ ഒന്നാമത്തെ പടി മുതലും അതിന്റെ ആമുഖം മുതൽ നമ്മൾ ഒരു സ്റ്റഡി നടത്തുകയാണ്. അതിനുശേഷമാണ് ഇപ്പൊ ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് എല്ലാം മൊത്തം 12 പടികളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സ്വല്പം ആരോഗ്യത്തിൽ ഡൗൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അത്രമാത്രം മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്ന പോലെ തന്നെ കുറച്ച് മീറ്റുകൾ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് കുറച്ച് മീറ്റുകൾ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജ്വാലയിൽ ഇതുപോലെ തന്നെ 12 പടികളെ കുറിച്ച് ഒരു സംസാരിക്കാനായിട്ട് നമ്മൾ ചെയ്തായിരുന്നു. പക്ഷെ അത് ഒരു ടോപ്പിക്കിൽ സ്നേഹവും സഹിഷ്ണുതയുമാണ് നമ്മുടെ നിയമസംഹിത എന്നുള്ള അതിനെ കുറിച്ചാണ്. പക്ഷെ അത് പകുതി വരെ എത്തിക്കാൻ അത് പറ്റുള്ളൂ. കാരണം അത് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു 10ാമത്തെ പടി വരെയുള്ള ഒരു വിശദീകരണമായിരുന്നു. അപ്പൊ അത് പറ്റിയില്ല. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് അത് ഏതൊരു ദിവസം അത് ഓർക്കുന്നില്ല ചെയ്യാന്ന് നമ്മൾ പിന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെയും ഇന്ന് ഈ സമ്മറി 12 പടികളുടെ സമ്മറിയാണെന്ന് ഓർക്കുക. അപ്പൊ അത് 1.25 മണിക്കൂറാണ് എനിക്കുള്ളത്. 1.25 മണിക്കൂറിന്റെ ഉള്ളിൽ 1 മണിക്കൂർ കൂടുതലേ ഉള്ളൂ സംസാരിക്കാപ്പത്തേക്ക് ടയർഡാവുള്ളൂ. അപ്പൊ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കാൻ തീർന്നില്ലെങ്കിൽ ബൈ ചാൻസ് തീർന്നില്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച എടുക്കാം. പിന്നെ എനിക്ക് ഞാൻ മുമ്പും പറഞ്ഞാണ് ഭാര്യമാരോട് തൊഴിലുടമകളോടെന്നുള്ള ചാപ്റ്ററുകൾ പിന്നീടുള്ള കുടുംബം അത് എടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് വളരെ നല്ലൊരു വിഷൻ ഫോർ യു. അത് നിങ്ങൾ ഗ്രൂപ്പ് ചർച്ച ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചൊവ്വാഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 2-3 ചൊവ്വാഴ്ചകൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വളരെ നല്ല ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കാര്യകാരണങ്ങളിലേക്ക് നടക്കാം. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. അപ്പൊ നമ്മൾ 12 പടികൾ. അപ്പൊ 1ാമത്തെ പടി എന്നുള്ളത് ആണ് നമ്മുടെ മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനനാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് വർഷങ്ങളോളം എടുത്തു. ഈ ഒരു തലത്തിലേക്ക് 1ാമത്തെ പടിയുടെ അഥവാ സത്യത്തെ അംഗീകരിക്കലാണ് ഇതിന്റെ ഏക പരിഹാരമെന്ന് ഡോക്ടർ സിൽക്വർത്തിന് മനസ്സിലായി, കാൾ ജൂങ്ങിന് മനസ്സിലായി, സിഗ്മണ്ട് ഫ്രോയിഡിന് മനസ്സിലായി, ആ കാലത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന അതിന്റെ സ്ഥാപകർക്കും ഒക്കെ മനസ്സിലായി. പക്ഷെ അവരാരും പറഞ്ഞത് മദ്യപാനികളെ അധികം അംഗീകരിക്കാം. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ താത്കാലികമായിട്ടുള്ള വിടുതൽ കൂടി കുറച്ചുപേര് ജീവിച്ചിരുന്നെങ്കിലും അവർക്കും അത് സാധിച്ചില്ല. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കൂടി അത് വളർന്നില്ല. പക്ഷെ ആൽക്കോളിക്സ് അനോണിമസിൽ ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയുമായിട്ട് തന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ പിന്നീട് അതിനെ കണ്ടെത്തിയത്. അപ്പോ ഒരു മദ്യപാനിയുടെ ഭാഷ മറ്റൊരു മദ്യപാനിക്ക് മനസ്സിലാവുന്നു, അതിന്റെ വേദനകൾ മനസ്സിലാവുന്നു, അതിന്റെ വിഷമങ്ങൾ മനസ്സിലാവുന്നു. അപ്പൊ റിക്കവറിയിലുള്ള ഒരാൾ ഒരു സഫറിങ് ആൽക്കഹോളിക്കായിട്ട് സംസാരിച്ച് അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ അടിത്തറ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോ ഒരു ഷെയർ ബ്രോക്കർ ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം എക്കണോമിക്സ് പഠിച്ചിട്ടില്ലെങ്കിലും എക്കണോമിക്സിൽ വളരെ മിടുക്കനായിരുന്ന അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, ലോ പഠിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് പ്രാക്ടീസ് ചെയ്ത വിഷയം എക്കണോമിക്സ് ആയിരുന്നു, അതോ ഷെയർ ബ്രോക്കറിലായിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം ഡോക്ടറുമായിട്ടുള്ളൊരു പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറുമായിട്ടുള്ള ഇടപെടലാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായെന്നുള്ള ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇവിടെ തന്റെ മുമ്പിൽ വന്ന ഒരു മദ്യപാനി, സുഹൃത്തായിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള എബി താച്ചർ പറയുന്നു, ഞാൻ മദ്യപാനം നിർത്തി, എനിക്ക് മതമുണ്ട്, ഐ ഫൗണ്ട് റിലീജിയൻ. അപ്പൊ അവിടെയാണ് ബിൽ വിൽസണ് മതത്തോട് വിയോജിപ്പുള്ള ഒരാളാണ്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നില്ല, അദ്ദേഹം ദൈവവിശ്വാസമില്ലാത്തവനായിരുന്നു. അപ്പൊ അത് നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കണം. പലപ്പോഴും പലരും വിചാരിക്കാറുണ്ട് ദൈവവിശ്വാസവും നിരീശ്വരവാദവും അതാണ് അജ്ഞവാദികളായ ഞങ്ങൾ എന്നുള്ള ചാപ്റ്റർ നമ്മുടെ മലയാളത്തിൽ അത് തെറ്റായിട്ടാണ് അഗ്നോസ്റ്റിക്സിന് നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ളതാണ്. അത് ശരിയല്ല, തെറ്റാണ്, മനസ്സിലാക്കുക. ബിൽ വിൽസൺ അല്ലെങ്കിൽ ഡോക്ടർ ബാബു അവരാരും നിരീശ്വര, അവരെല്ലാം അജ്ഞേയവാദികളായിരുന്നു, ദൈവവിശ്വാസികളല്ലായിരുന്നു അവർ.
ദൈവത്തിനെതിരായിരുന്നില്ല. ദൈവം ഇല്ല എന്നവരാ ഇന്നും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കഥയെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആ മനുഷ്യൻ പിന്നീട് അവസാനം മദ്യപാനിയായിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം പല പ്രാവശ്യം തകർന്നു, പിന്നെ വളർന്നു, പിന്നീട് വളർന്നു. ആ രീതിയിലാണ് അദ്ദേഹം തന്റെ നമ്മുടെ ബില്ലിന്റെ കഥയൊക്കെ നമ്മളോട് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അന്ന് സഹകരിച്ചിരുന്നു. ചിലരൊക്കെ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, ചെറുത്ത സന്തോഷമൊക്കെ തോന്നി. അപ്പോ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ടുള്ള ഒരു ആ ബിൽ വിൽസണിന്റെ അടുത്തേക്ക് വന്ന എബി താച്ചർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മെമ്പറായിരുന്നു. ആൽക്കോളിക്സ് അനോണിമസ് ഇല്ല. ഒന്നിച്ച് മദ്യപിച്ച് വളരെ ലാവിഷായിട്ട് മദ്യപിച്ച ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ യുവത്വം മുതൽ മദ്യപിച്ച് ചേർന്നവരായിരുന്നു. പക്ഷെ അദ്ദേഹം ഏതായാലും മദ്യത്തിൽ നിന്ന് മോചനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഒരു മോചനായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം രണ്ടുപേരും കുടിക്കാന്ന് വിചാരിച്ചാണ് ബിൽ വിൽസൺ അദ്ദേഹം വീട്ടിലേക്ക് ഫോൺ വന്നപ്പോ അയാൾ വളരെ സന്തോഷമായിട്ട് പഴയ കൂട്ടുകാരന്റെ കൊടുത്ത് കുടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാൻ കുടി നിർത്തിയിരിക്കുന്നു പക്ഷേ എനിക്ക് ഞാൻ കുടി. അപ്പൊ അത്ഭുതപ്പെട്ടു, ഇതെന്താണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഐ ഫൗണ്ട് റിലീജിയൻ, എനിക്ക് മതമുണ്ടെന്ന്. അതാണ് ഐ ഫൗണ്ട് റിലീജിയൻ. അല്ലാതെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായെന്നോ ഒന്നും പറയുന്നില്ല. ഐ ഫൗണ്ട് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കണമല്ലോ അതിന്റെ അർത്ഥം. റിലീജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാം സ്പിരിച്വാലിറ്റി ആണല്ലോ, സ്പിരിച്വൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ബില്ലിന് മനസ്സിലാവുകയാണ് ഇയാൾ മദ്യവിമുക്താന്ന്. ഈ റിക്കവേർഡ്. അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും ബില്ല് പ്രതീക്ഷിക്കുന്നില്ല. അതായത് ആ വ്യക്തിയിൽ വളരെ മാറ്റങ്ങൾ കണ്ടു. തിളക്കമാർന്ന കണ്ണെന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അല്ല അയാളുടെ മുഖത്തിലോ എന്താണ് എഴുതിയിരിക്കുന്നത്, പുതുമയാർന്നു തിളക്കത്തോടും അയാൾ നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകത തോന്നി. അയാളുടെ അവാച്യമായതിൽ വ്യത്യസ്തനായിരുന്നു. ബില്ല് വിചാരിക്കാൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതാണ് അങ്ങനെയുള്ളൊരു രീതിയിലുള്ള എബിയായിട്ടുള്ള സംസാരം. അതിനുശേഷം പുള്ളി അദ്ദേഹം ബില്ലിന് പല അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു. ഡോക്ടർ സിൽക്വർത്തിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അദ്ദേഹം. പല പ്രാവശ്യവും ഡോക്ടർ സിൽക്വർത്തിന്റെ ആശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഈ ബില്ലിന്റെ കഥയിൽ 11ാമത്തെ പേജിലാണ് നിരീശ്വരവാദികളായി ഞങ്ങൾ എന്നുള്ളതിനെ തെറ്റാണെന്നുള്ളതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് അതിനകത്തുള്ളൊരു പാരഗ്രാഫ് ഒന്നും നിങ്ങൾ വായിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് 11ാമത്തെ പേജിലുണ്ട് 2ാമത്തെ പാരഗ്രാഫ്. ക്രിസ്തുവിന് അദ്ദേഹത്തിന്റെ അവകാശികളായിരുന്നവരെ പിന്തുടരാതെ തന്നെ മഹാനായ മനുഷ്യൻ എന്ന പദവി ഞാൻ കൽപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്ത്യൻ ഓർഗനൈസ്ഡ് റിലീജിയനിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധങ്ങൾ ഏറ്റവും വൈശിഷ്ട്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൗകര്യപ്രദം തോന്നിയോ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് കാണുന്നതായ ഭാഗങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, ശേഷിച്ചിരുന്നു. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. ശരിക്കും ഞാൻ അങ്ങനെയായിരുന്നു. നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ അവകാശമില്ല. എനിക്ക് തോന്നിയ ഭാഗങ്ങൾ, ഞാൻ ക്രിസ്ത്യാനിയാണ്, പള്ളി പോകുന്നുണ്ട്, പള്ളി പോയിട്ട് വന്നിട്ട് പള്ളിയിൽ നിന്ന് ചിലപ്പോൾ ബാറിലേക്കായിരിക്കും പോകണം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാവും. ഇത് തന്നെ, പള്ളി പോവുക, ഇറച്ചിക്കട പോവുക, ഇറച്ചി മേടിച്ചു കൊണ്ടുപോവുക, അത് കഴിച്ചിട്ട് അടിക്കുക. കുടുംബം അത് പാകത്തിനൊക്കെ അടിച്ചിരുന്നാണ് ആദ്യമായിട്ടൊക്കെ, ആദ്യകാലങ്ങളിലൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മളിതിനകത്തേക്ക് അടിമയായിട്ട് മാറുന്നു മദ്യത്തിന്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിസ്തീയതയായിരുന്നു. നാട്ടിലൊക്കെ പറയാറുണ്ട് നാമധേയ ക്രിസ്ത്യാനി, പേരിന് മാത്രം ക്രിസ്ത്യാനി. അതായിരുന്നു ഇദ്ദേഹവും. അതാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിലെ വേണ്ട, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ താല്പര്യം ഉണ്ടായിരുന്നു. ക്രിസ്തീയതയുടെ ചില കാര്യങ്ങൾ നമുക്ക് സൗകര്യമെന്ന് പറയുന്നത് പുള്ളി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എബി താച്ചറിന്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹം പറയാണ്, അവൻ എന്നെ പോലെ പരിപൂർണ പരാജയം ഏറ്റുസമ്മതിക്കുന്നു, എന്നിട്ട് ഫലത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് ചവറ്റ് കൂമ്പാരത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ചുയർത്തപ്പെട്ടിരിക്കുന്നു.
ഇയാൾ പുനർജനിക്കപ്പെട്ടിരിക്കുന്നു. മുമ്പിലിരിക്കുന്ന എബി താച്ചർ, മദ്യവെച്ചുകൊണ്ടിരിക്കുന്ന ബിൽ വിൽസൺ, അതാണ് സി. ആ വാക്ക് വളരെതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് ചവറ്റ് കൂമ്പാരത്തുനിന്ന് വലിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിനാണ് നമ്മൾ പറയത്തില്ല, നമ്മൾ പുനർജനിക്കപ്പെട്ടു. 62ാമത്തെ പേജിലായിരിക്കുന്നതാണ്. യെസ്, ഇന്നതിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചാപ്റ്ററിൽ കൊടുക്കുന്നത്. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഇവിടെ അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ജീവിതത്തിന്റെ ചവറ്റ് കൂമ്പാരത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ചുയർത്തപ്പെട്ടിരിക്കുന്നു. എബി തച്ചർ എന്നുള്ള വ്യക്തി. കാരണം അദ്ദേഹത്തിന്റെ പാസ്റ്റ് വളരെ മോശമായിരുന്നത്, ജയിലിലൊക്കെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ആ ഒന്നാമത്തെ പടിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റിംഗ് ദ ഡിഫീറ്റ്. ഐ ആം പവർലെസ് ഓവർ ആൽക്കഹോൾ, മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ. അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അത് 100% ആയിരുന്നാൽ മാത്രമാണ് മുമ്പോട്ടുള്ള യാത്ര നടക്കുകയുള്ളൂ. കുറച്ച് മനസ്സിന്റെ ഫോണിൽ എപ്പോഴെങ്കിലും കുടിക്കാന്നൊക്കെ ഉള്ള ധാരണയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുഴിയിൽ ചെന്ന് ചാടിയിരിക്കും. അതിന് പല ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ജിമ്മിന്റെ കഥയുണ്ട്, ഫ്രെഡിന്റെ കഥയുണ്ട്, വലിയൊരു ബിസിനസ്മാന്റെ കഥയുണ്ട്. ഒരു സ്റ്റോറിയുടെ കാണും. കുറച്ചു കാലം കുടിച്ചതിന് ശേഷം വീണ്ടും കുടിച്ചവരുടെയൊക്കെ അനുഭവം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് അവിടെ അയ്യതെന്നാണ് ഈ ഒന്നാമത്തെ പടി. നമ്മുടെ സത്യസന്ധമായിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും കുടിക്കത്തില്ല. ഐ ഹാവ് ടു അഡ്മിറ്റ്. അത് ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ഇവർ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ച സൊല്യൂഷൻ ആയിരുന്നു. അഡ്മിറ്റിംഗ് ദ ട്രൂത്ത് ദാറ്റ് ഐ ആം പവർലെസ് ഓർ ആൽക്കഹോൾ, അഡ്മിറ്റിംഗ് ദ ട്രൂത്ത് മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ എപ്പോഴും വരാം. അതാണ് നമ്മളോട് തുടക്കത്തിൽ തന്നെ ഡോക്ടർ സിൽക്വർത്ത് എഴുതിയിരിക്കുന്നത്. അവർ അസ്വസ്ഥരും മുൻചുണ്ടിക്കാരും അസംതൃപ്തരുമായിരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കാം. റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥത. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അസ്വസ്ഥരാകും, പ്രകോപിതരാകും, പെട്ടെന്ന് ദേഷ്യം വരും, മറ്റുള്ളവരെ കുറ്റം പറയും. ഈ 3 കാര്യങ്ങൾ, ഈ RID ഫാക്ടർ എനിക്കുണ്ടെന്നുള്ള റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്, ഇത് എനിക്കുണ്ടെന്ന് സത്യസന്ധമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്, എത്രയൊക്കെ വർഷങ്ങളായിട്ടായാൽ പോലും നമ്മളെ പ്രകോപിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, എന്റെ പ്രോബ്ലം ഇതാണ്. റെസ്റ്റ്ലെസ്നെസ് വരാൻ സാധ്യതയുണ്ട്, എനിക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള സാധ്യത, എന്റെ മനസ്സിൽ സഹിഷ്ണുതയില്ലാത്ത ഒരു ഭാവം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കൊണ്ട് കുറ്റം പറയാനുള്ള എന്റെ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോളും ഞാൻ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് 11ാമത്തെ പടിയിൽ വരുമ്പോൾ പറയുന്നത് പോസ്, ഒരു നിമിഷം നിൽക്കുന്നു, ശരിയായിട്ടുള്ള മാർഗദർശനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. 4ാമത്തെ പടിയിൽ 5ാമത്തെ പടിയിലൊക്കെ പറയുന്നുണ്ട്, ഭയത്തെക്കുറിച്ച് പറയുന്നില്ലേ, ഭയം. ആ ഭയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ 3ാമത്തെ പടിയുടെ പ്രയർ. 4ാമത്തെ പടിയിൽ 3ഓ 4ഓ പറയാറുണ്ട്. ഒരുപക്ഷെ ഞാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു കാണാൻ ഈ ഏതൊക്കെ ഭാഗത്താന്ന് പറയാം, ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മൾ പെട്ടെന്ന് ഭയത്തിൽ നിന്ന് മോചിതരായി. ഭയത്തിന്റെ കാര്യത്തിൽ വിദ്വേഷം, അത് ആ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ സ്വാർത്ഥതയും സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെന്റേർഡ്നെസ്, ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ള പിന്നീട് മുമ്പോട്ട് പോകുന്നു. അത് എപ്പോഴാണ് മനസ്സിലാവുന്നത്? If I admit I am powerless or alcohol, if I admit my life is unmanageable, 100% surrender, accept it, എങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര സുഗമമായിട്ട് പോകാൻ പറ്റും. സുഗമമാവില്ല, ഇതൊരു സുഗമമായിട്ടുള്ള യാത്രയായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ മദ്യപാനികളാണ്. നമുക്ക് വേണ്ടത് എളുപ്പ വഴികളാണ്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്.
ഇത് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഗുളിക കഴിച്ചിട്ട് സുഖപ്പെടുന്ന രീതിയല്ല, ഇതൊരു ജീവിത രീതിയാണ്, ഒരു ഡിസൈൻ ഫോർ ലിവിങ് ആണ്. അതിനകത്തുള്ള റിസൾട്ട്സ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് പ്രോമിസ്ഡ്, സംടൈംസ് ക്വിക്ക്ലി സംടൈംസ് സ്ലോലി. ബട്ട് പക്ഷെ എന്താണ് പറയുന്നത്, they will always materialize if we work for them. നമ്മൾ അതിന് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം സാധ്യമാകും. അതിന്റെ തുടക്കത്തിലെ ഒരു നല്ലൊരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വല്ലപ്പോഴും മീറ്റിംഗ് കൂടി വല്ലപ്പോഴും കയറി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം അടിച്ചു, പിന്നെ വീണ്ടും ആ സത്യത്തെ അംഗീകരിക്കുക എന്നുള്ള ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞിട്ട് ഒരുപക്ഷെ എനിക്ക് ഐ എം നോട്ട് ആൻ ആൽക്കഹോളിക്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നമ്മുടെ രോഗത്തിന്റെ ഒരു ലക്ഷണമാണ് ഡിനയൽ. എനിക്ക് ഇത്തരം പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ ചിലരൊക്കെ എന്നോട് പറയണ്ട എനിക്ക് ഇത്രയും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എനിക്ക് എയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയും. എയുടെ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും വന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്, ഒന്ന് വിചാരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടെന്ന്, രണ്ട് വിചാരിക്കാൻ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇല്ലാത്തവരാരും ഈ മീറ്റിങ്ങിൽ എത്തിപ്പെടാറില്ല. പക്ഷെ മദ്യം നമ്മളെ കൊണ്ട് ചെയ്യും. കാരണം എന്താണ്, സൂത്രശാലിയാണ്, ശക്തിമാനാണ്, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന മദ്യം നമ്മളോട് പറയും, എന്തിനാ തമ്പി നീ ഒരു കുഴപ്പമില്ല, നീ നിനക്ക് കൺട്രോൾ ചെയ്തൊക്കെ കുടിക്കാൻ പറ്റും, നിനക്ക് വിട്ടിട്ട് മാറാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. 4 മാസത്തോളം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത ആളാണ്. എഴുന്നേൽക്കുക, പിന്നെ 10 ദിവസം കുടിക്കുക, പിന്നെ 4 ദിവസം കുടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ 15 ദിവസം കുടിക്കാതിരിക്കുക, പിന്നെ കുടിക്കുക. മദ്യം പറഞ്ഞു, യു ആർ നോട്ട് ആൻ ആൽക്കഹോളിക്, യു ആർ എൻ ഇന്റലിജന്റ് പേഴ്സൺ. നീ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിൽ സർവീസിൽ ജോലി ചെയ്യുന്നു, നിനക്ക് എങ്ങനെ രോഗം വരും? മദ്യാസക്തി എന്നുള്ളതിനെ കള്ളു അങ്ങനെയുള്ളൊരു ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ വഴി കിടക്കുന്നവൻ, വഴിയിൽ പോകല്ലാതെ കിടക്കുക, തോട്ടി കിടക്കുക, ആൾക്കാർ വഴിയിൽ ചവിട്ടി കൂട്ടുക, ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെന്താ? അപ്പൊ അതാണ് എന്റെ കാഴ്ചപ്പാടായിരുന്നത്. പക്ഷെ ജീവിതം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് വെച്ചേക്കുക എന്നുള്ളതിനെ ആ ഒരു വശത്തേക്ക് ഞാൻ നോക്കിയില്ല. കാരണം ആൽക്കഹോൾ ബിക്കെയിം മൈ മാസ്റ്റർ. കാരണം ഒരു കാലത്ത് മദ്യം ഒരു ആഡംബരമായിട്ട് കൊണ്ടുവരുന്നതാണ്. ആഡംബരം നമ്മുടെ ജീവിതത്തിലൊക്കെ അറിയാലോ. സ്മാൾ അടിക്കാന്നൊക്കെ പറഞ്ഞ ഒരു ആഡംബരമായിട്ട് ബാറിൽ പോയിട്ട് കൂട്ടുകാരോട് കൂടി കല്യാണത്തിന്, മാമോദിസയ്ക്ക്, കല്യാണം ഉറപ്പുവരുന്ന, പിന്നെ ഇവൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 40 അടിയന്തരത്തിന് വരെ ആഘോഷമായിട്ട് മരിച്ച ആളുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമല്ലേ. 25 ദിവസം നോയമ്പ് നോക്കും ഞങ്ങൾ ക്രിസ്ത്യാനികൾ, യേശു ക്രിസ്തുവിന്റെ ജനനം. അത് അന്ന് ഇതിനെ അടിച്ചു പൊളിക്കുകയാണ്. ഈസ്റ്റർ ഇതുപോലെ തന്നെ മത്സരിച്ചാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ വന്ന് കുടിക്കുന്നത്. എത്ര കുപ്പി പൊട്ടി എന്നാണ് ചോദ്യം. കല്യാണത്തിന്റെ തലേദിവസം ഒരു പാർട്ടിയുണ്ട്, വലിയൊരു പാർട്ടി. അത് അന്നുണ്ട് ബാച്ചിലേഴ്സ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തലേന്റെ തലേദിവസമായിരിക്കും. ഇപ്പൊ തലേന്റെ തലേദിവസം അതിന്റെ, കാരണം ക്രിസ്തീയതയിൽ ചില അതിന് മനസ്സിലായി തലേദിവസം ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ സഭയുടെ ചട്ടമൊക്കെ. ഇത് തന്നെയല്ലേ ശബരിമലയ്ക്ക് പോകുമ്പോഴൊക്കെ നിങ്ങളറിയാം. ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ അവർ വീണ്ടും കുടിക്കുന്ന. ആദ്യ ദിവസമൊക്കെ അത്ര തീവ്രമായിട്ടുള്ള വ്രതം, ചെരുപ്പ് എന്നൂടാതെ കറുത്ത വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഭരണമന്ത്രങ്ങളോട് രാവിലെ കുളിച്ച് മാലയിട്ട് തൊഴുത് ഇത്ര ശുദ്ധനായിട്ട് ജീവിക്കുന്ന ആൾ താഴെ ഇറങ്ങുമ്പോൾ അത് പലരും കുടിച്ചിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? കാരണം ആൽക്കഹോൾ ബിക്കെയിം അവർ മാസ്റ്റർ, ഞങ്ങളുടെ യജമാനായിട്ട് മാറിയിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു തലത്തിൽ നമ്മൾ എത്തിപ്പെടുന്നു. അതാണ് ടോട്ടൽ ഇൻസാനിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ പടിയിൽ വരും പറയുന്നുണ്ട്. നമ്മളെ സുബോധാന്മാരാക്കാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുന്നുള്ള ആ ഭാഗത്തേക്ക് വരുന്നത്. ആ ഭാഗത്ത് അതിനെക്കുറിച്ചാണ് നമുക്ക് പറയുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒരു അപ്പൊ അങ്ങനെ ഒന്നാമത്തെ പടിയുടെ ആ ഭാഗം നമുക്ക് ഏറെ കാര്യങ്ങളുണ്ട്. ബില്ലിന്റെ കഥയുടെ ആ വ്യക്തിയുടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ നമുക്കെല്ലാം ഒരു വിശുദ്ധനായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. പലരും അങ്ങനെ കാണുന്നവരുണ്ട്. അതല്ലാത്തൊരു നമ്മളെ പോലെ തന്നെ ഒരു മദ്യപാനിയാണെന്ന് മാത്രം കാണുന്നവരുണ്ട്. അവരവരുടെ ഞാൻ എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു പുതിയൊരു ജീവിത രീതി അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ജീവിച്ച് തന്നെ നമ്മളെ കാണിച്ച് തന്ന ഒരാളാണ്. അത് അതിന്റെ അതാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും
റിലാപ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലൊക്കെ ആളുകൾ പലരും ഷെയർ ചെയ്യാറുണ്ടല്ലോ. റിലാപ്സ് എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്ക് പലപ്പോഴും കാണാറുണ്ട്. റിലാപ്സ് സംഭവിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മറ്റൊരു മദ്യപാനിയെ, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപാനിയെ സഹായിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഒൺലി സൊല്യൂഷൻ. അതാണ് ബിൽ വിൽസൺ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നീടാണ് രണ്ടാമത്തെ പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളോടൊരു നല്ലൊരു ന്യൂസ് തരികയാണ്, ദർ ഇസ് എ സൊല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ഒരു കാര്യം ഒന്നാമത്തെ പടിയുടെ അവിടെ മുതൽ നമ്മളുടെ വിശ്വാസം ഞങ്ങളിലൂടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കും. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. 24 hours. ഓരോ 24 മണിക്കൂറിനെ പുതുക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല എന്നൊരു തീരുമാനം ആരും എടുക്കേണ്ട ആവശ്യമില്ല. ഞാനും എടുത്തിട്ടില്ല. നാളത്തെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഒരു ശക്തിക്ക് എന്നെ മദ്യപിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. ഒരു സാഹചര്യത്തിലും ഞാൻ മദ്യപിക്കില്ല എന്ന് എനിക്ക് ഇന്ന് ഉറപ്പുണ്ട്. അതുള്ളൂ. സിമ്പിൾ പ്രോഗ്രാം അല്ലേ നമ്മുടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഇതിനകത്ത് ഒരു പരിഹാരമുണ്ടെന്നുള്ള ആ ചാപ്റ്ററിലേക്ക് വായിച്ചു കഴിയുമ്പോൾ, കാരണം ഒന്നാമത്തെ പടിക്ക് വേണ്ടിയിട്ടുള്ള 51 ആ ഒറ്റ പേജാണ് ഒന്നാമത്തെ പടിക്ക് വേണ്ടിയിട്ട് ബിഗ് ബുക്കില് മാറ്റിവെച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് വരുമ്പോഴാണ് ഈ പരിഹാരമുണ്ട്. അതിനകത്തുള്ള ആ റോളണ്ട് ഹസാർഡ് എന്ന് പറഞ്ഞ റോളണ്ട് ഡച്ച് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കഥയൊക്കെ 25-ാമത്തെ പേജിലുള്ളത് വായിക്കണം. അദ്ദേഹത്തിന് എത്രയോ കോടീശ്വരനായിരുന്നു അദ്ദേഹം. എന്താണ്, അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലൻഡ് വരെ യാത്ര ചെയ്തിരുന്നു. അന്ന് ഫ്ലൈറ്റ് ഇല്ല, ട്രെയിനിൽ കുറെ ദൂരം, ഷിപ്പില് കുറച്ചു ദൂരം ട്രെയിനില്, പിന്നെ വീണ്ടും ഷിപ്പില്, പിന്നെ ട്രെയിനിൽ. അങ്ങനെയാണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ എത്തിയിരുന്നത്. ഒരു കോടീശ്വരനായിരുന്നു. അവരുടെ ഫാമിലി അത്രയ്ക്കും പണമുള്ള ഫാമിലി ഒന്ന്. പുള്ളിനെ എല്ലാ ഉത്തരവാദിത്തം ഒന്നും ഒഴിവാക്കിയിട്ട് പൈസ കൊടുത്ത്, എത്ര പൈസ കൊടുത്താലും വേണ്ട ട്രീറ്റ്മെന്റിന് ഒക്കളം പറഞ്ഞിട്ടേക്കാണ്. എന്നിട്ടും അദ്ദേഹം കുടിച്ചു. ആ കാലത്ത് ഏറ്റവും വലിയ പ്രശസ്തനായിട്ടുള്ള, ആ കാലത്ത് ഇന്നും വൈദ്യശാസ്ത്രത്തില് മെഡിക്കൽ അവരുടെ സൈക്കാട്രിക് ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് വലിയ സയൻസിൽ ആ വിഷയം പഠിക്കുന്ന മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന ഒത്തിരി ബുക്കുകൾ കാൾ ജൂങ്ങിന്റെ കാലഘട്ടത്തിലുള്ള ബുക്കുകളാണ്. മനഃശാസ്ത്രത്തിന് അദ്ദേഹത്തിന്റെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അവരൊക്കെ ഈ മദ്യാസക്തിയെ കുറിച്ചുള്ള അതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റ് അല്ലായിരുന്നു റോളണ്ട് ഡച്ച്. എന്നിട്ടും അദ്ദേഹം കുടിച്ചു. അയാൾ പോലും കുടിച്ചു. പക്ഷെ അവസാനം അദ്ദേഹം രക്ഷപ്പെട്ടു. എങ്ങനെയാണ്? ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ കൂടി ഒരുപക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് നിന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ. അതൊന്ന് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള കഥകൾ പ്രതിപാദിക്കുന്ന വില്യം ജെയിംസിന്റെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസസ് എന്നുള്ള ബുക്കിനകത്ത് റിക്കവേർഡ് ആൽക്കഹോളിക്കിന്റെ ചിലരെ കഥകൾ അതിനകത്തുണ്ട്. അത് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. മേ ബി അങ്ങനെയാണ് അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്നിട്ട് അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നത്. അങ്ങനെ താച്ചറായിട്ടുള്ള ബന്ധമൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു, തുടർന്ന് ഞങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ഭാഗത്തോടു കൂടി ആ ചാപ്റ്റർ അവസാനിക്കുന്നതിന്റെ ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളെ ശരിക്കും വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതെ ഞാൻ ഇവരിലൊരാണെന്ന്, എനിക്കും ഇതിൽ ചേർന്നെന്ന് പറയാൻ അവർ പ്രേരിതരാകാൻ പറ്റും. എപ്പോഴാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ മറ്റൊരാളോട് ഇതിനെ പങ്കുവച്ചാൽ ഇത് രോഗമാണെന്നും ഇതിന് മോചനത്തിന് സാധ്യമാണെന്നും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ മദ്യപിച്ചിട്ടൊന്നും 6 മാസമായി, 1 വർഷമായി, അല്ലെങ്കിൽ 10 വർഷമായെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ ചെറിയ ലളിതമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇന്നും ഈ ദിവസം വരെ മെഡിക്കൽ സയൻസ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഒരു ഗുളിക കഴിച്ചിട്ടും ആരും മദ്യപിക്കാതിരുന്നിട്ടില്ല. അപ്പൊ അതിനുശേഷം മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങളിലും ഇപ്പൊ ഈ ഭാഗത്തല്ല ഇതൊരു 2-fold ഡിസീസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശാരീരികമായും മാനസികമായും. ആ പാരഗ്രാഫ് തുടങ്ങുന്ന ഞങ്ങളിൽ മിക്കവരും ഞങ്ങൾ യഥാർത്ഥ മദ്യാസക്തിയും സമ്മതിക്കാൻ മനസ്സുള്ളവരാകുന്നില്ല. തന്റെ സഹജീവികളിൽ നിന്ന് ശാരീരികമായിട്ട് അഥവാ ക്രേവിങ്, മാനസികമായിട്ട് ഒബ്സഷൻ, താൻ വ്യത്യസ്തനാണെന്ന കാരണം ഒരാളും ഇഷ്ടപ്പെടുകയില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നോട് പറഞ്ഞവരോട് ഞാൻ ചീത്ത പറഞ്ഞു പഠിച്ചു. നിനക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്, ഒരു വർഷം നീ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോ എല്ലാ പച്ച തെറി വിളിച്ചിട്ട് ഓടിച്ചെല്ലാത്തിനും വീട്ടിൽ കയറി പോരുന്നു.
നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിക്കും, ഞാൻ എന്താ ആൽക്കഹോളിക്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ട്രീറ്റ്മെന്റിന് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും എടുക്കാൻ വന്നില്ല. അത്രയ്ക്ക് ചൂടനായിരുന്നു ഞാൻ സമയത്ത് മദ്യപിച്ചു കഴിഞ്ഞു. വേറെ തേറിയും ബഹളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ മദ്യത്തിന്റെ ഇടയിൽ എനിക്കും മദ്യത്തിന്റെ ഇടയിൽ ആരും വന്നാലും അവരൊക്കെ ശത്രുക്കളാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒബ്സഷൻ നമ്മുടെ ലക്ഷണം, അല്ലെങ്കിൽ ഈ ക്രേവിങ്, ഇതാണ് നമ്മുടെ ലക്ഷണങ്ങൾ, ഈ ടു ഫോൾഡ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ചില ആളുകൾ ഇത് മനസ്സിലാക്കി മദ്യപിക്കാതിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് എന്താണ്, എന്നെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാമെന്ന്, മദ്യപാനം ആശ്രയിക്കാം എന്നുള്ള ധാരണ ഓരോ അസാധാരണ മദ്യപാന ചിരന്തന ചിന്തയാണ്. ഈ ചിരന്തന ചിന്തയെ പരിപോഷിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് റിലാപ്സിലാകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എന്താണ് ഇവിടെ ഒരു നല്ലൊരു കാര്യം നമുക്ക് പറഞ്ഞത്, ഞങ്ങൾ മദ്യപാനാസക്തി ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു സറണ്ടർ അല്ല, കൺസീഡ് എന്നായിരിക്കും ഇംഗ്ലീഷ് വാക്ക് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഞങ്ങൾ മദ്യപാനാസക്തരാണെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ നിന്ന് പൂർണ്ണമായും സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗമുക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഞങ്ങൾ മറ്റുള്ളവരെ പോലെയാണ്, അതോ എപ്പോഴെങ്കിലും അങ്ങനെ ആയിരിക്കാമെന്ന കിനാവിനെ പൂർണ്ണമായും തകർത്തെറിയേണ്ടതുണ്ട്. നിങ്ങളെ നോൺസെൻസ് യു ആർ ടോക്കിംഗ്. എന്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ 8 പേര് എത്ര വർഷമായിട്ട് ഒന്നിച്ച് കുടിക്കണം, അവർക്കൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്നെ മാത്രം എന്താ നിങ്ങളിങ്ങനെ കുറ്റം പറയാം, എന്നോട് മാത്രം എന്താ, അവരെന്താ കുടിക്കുന്നത്, അവരോട് നിങ്ങൾ പറയുന്നില്ല. എടോ, അവര് 3 പേക്ക് 4 പേക്ക് അടിച്ചിട്ട് അവര് വീട്ടിൽ പോകും. നീ എന്താ 7, 8, 10, 9 പിന്നെ ഇരിക്കുന്നത്, രാവിലെ വെളുപ്പം കാലത്ത് എണിച്ചിട്ട് വീണ്ടും കുടിക്കുന്നത്. അതിന് എന്റെ മുമ്പിൽ ഉത്തരവില്ല. അത് കൈകാലം പറിച്ചിട്ട് എനിക്ക് കുടിച്ചില്ലെങ്കിൽ വിഷമം, എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോ പറഞ്ഞു പിടിച്ചതിനൊക്കെ നമുക്ക് നല്ല കഴിവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കിനാവിനെ പൂർണ്ണമായിട്ടും എന്നെങ്കിലും, അല്ലെങ്കിൽ ഐ എം നോട്ട് ആൻ ആൽക്കഹോളിക് എന്നുള്ള ചിന്തയെ ടോട്ടലി നമുക്ക് തകർത്ത് എറിയേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ മോർ അബൌട്ട് ആൽക്കഹോളിസം എന്നുള്ള ഈ മദ്യാസക്തി പറ്റി കൂടുതൽ വിവരങ്ങൾ അതിന്റെ താഴെ ഭാഗത്ത് നല്ലൊരു വാചകമുണ്ട്. അമിത മദ്യപാനാസ രോഗികളായ ശ്രീകൃഷ്ണ, ഞങ്ങൾ കുടിയിൽ നിയന്ത്രണം വഹിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരാണ്. ഒരിക്കലും നമുക്ക് നിയന്ത്രിച്ച് കുടിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആ കഴിവ് നമ്മൾ നഷ്ടപ്പെട്ടതാണ്. യഥാർത്ഥത്തിലുള്ള ഒരു അമിത മദ്യപാന രോഗി ഒരിക്കലും നെവർ മദ്യപാന നിയന്ത്രണം തിരഞ്ഞെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിയന്ത്രണം എടുക്കുക എന്ന് ചിലപ്പോഴൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ഇത്തരം ഇടവേളകളെ പിന്തുടർന്നു വന്നത് അനിവാര്യമായ നിയന്ത്രണമില്ലാതെ ആയിമായിരുന്നു. 10 മാസം 8 മാസം 6 മാസമൊക്കെ കുടി നിർത്തിയതിനു ശേഷം ചിലർ വീഴുന്നൊരു കേൾക്കാറുണ്ടല്ലോ. ആ കുടി എന്തായിരിക്കും? തീരെ അടിയടിക്കും. ചിലരാ പോക്കിൽ ചിലപ്പോ ആശുപത്രിയിൽ വരെ അഡ്മിറ്റ് ആവും. ചിലര് ഈ കുറ്റബോധം കൊണ്ട് വീണ്ടും തിരിച്ചു വരാതിരിക്കും. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. എത്ര പ്രാവശ്യം വീണാലും നമ്മൾ ഈ മീറ്റിങ്ങിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇവിടെ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കാവുന്നതാണത്. ഇതിനെ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഴ്ചകളൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ വായിലേക്കൊന്ന് ഒരു സാഹചര്യത്തിലും ഞാൻ ഒരാളിന്റെ കല്യാണത്തിന് പോയതായിരുന്നു, അല്ലെങ്കിൽ എന്റെ ഒരനിയനുള്ള അവന്റെ കല്യാണത്തിന് ഞാൻ കുടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു, എത്രയ്ക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഞാൻ കുടിക്കാതിരുന്നായിരുന്നു, അവസാനം എല്ലാവരും നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ബിയർ അടിക്കാന്ന് പറഞ്ഞ് തുടങ്ങിയാണെങ്കിലും ഒരു കാരണമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് നമ്മുടെ ബ്ലഡിൽ ചേരില്ല. വി ആർ അലർജിക് ടു ആൽക്കഹോൾ. നമ്മുടെ അലർജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സിപ്പ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് കുപ്പി തുറക്കാൻ അറിയത്തുള്ളൂ. പിന്നെ അതിന്റെ അടപ്പ് നമ്മൾ നോക്കി നടക്കും. അടപ്പ് കാണത്തില്ല, നമ്മളത് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഈ ഒരു നിയന്ത്രണമില്ലായ്മയിലേക്ക് തന്നെയായിരിക്കും ഓരോ റിലാപ്സിന് ശേഷം വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗത്ത് നമ്മൾക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ്.
അവ ഒരിക്കലും വളരുന്നില്ല. കാല് രണ്ടും മുറിച്ചു കളഞ്ഞാൽ പിന്നെ അത് വളരുമോ? വരത്തില്ല. അതുപോലെ തന്നെ ഇതിന് യാതൊരു ചികിത്സാ രീതിയുമില്ല. അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള അമിത മദ്യപാനികളെ മറ്റുള്ളവരെ പോലെ ആക്കി തീർക്കാൻ എന്തെങ്കിലും ചികിത്സാ രീതി ഉള്ളതായും ഇതുവരെ കണ്ടിട്ടില്ല. 1939 ബിഗ് ബുക്ക് എഴുതിയ ദിവസം ആ പ്രിന്റ് ഇറങ്ങിയപ്പോൾ അതിനകത്ത് എഴുതിയതാണ്. 2025 ഇന്നും ഇത് തന്നെയാണ്. എന്തെങ്കിലും ചികിത്സാ രീതി ഉള്ളതായും ഇതുവരെ കണ്ടിട്ടില്ല. സോ അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ ഈ പല പരീക്ഷണങ്ങളും അങ്ങനെ സെൽഫ് ഡിസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ ആ പാരഗ്രാഫിലുള്ള വാക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. സെൽഫ് ഡിസെപ്ഷൻ, നമ്മളെ തന്നെ നമ്മൾ കബളിപ്പിച്ചുകൊണ്ട് ബോധപൂർവം എന്നിട്ട് കുടിക്കുക, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരലിട്ടുണ്ട്. മൈ വൈഫ് ഈസ് ദ റീസൺ, മൈ ഫാദർ ഇൻ ലോ ഈസ് ദ റീസൺ, മൈ ബോസ് ഈസ് ദ റീസൺ, മൈ വർക്ക് ഈസ് ദ റീസൺ, ഐ ചൂസ് എ റോങ് പ്ലേസ്, ഞാനൊരു തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ആ ജോലി വിട്ടിട്ട് ഈ ജോലിയിലേക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നല്ല ജോലിയും കാര്യങ്ങളുണ്ടാകും അത് വിട്ട് ഞാൻ ഡൽഹിയിൽ പോയി, അല്ല ഇന്ത്യയിൽ നിന്ന് പിന്നെ UK പോയി, അല്ലെങ്കിൽ കാനഡയിൽ പോയി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി, അവിടൊക്കെ എന്നൊക്കെ എനിക്കതൊന്നും യോജിക്കുന്നില്ല. അങ്ങനെ നമ്മൾ മറ്റുള്ളവരിലേക്കും മറ്റു സാഹചര്യങ്ങളിലേക്കും എല്ലാം നമ്മൾ വരലുണ്ട്. ഇത് നമുക്ക് ഉപേക്ഷിച്ചാൽ മതിയാവും. ഈ ഡിനയൽ അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഡിനയൽ അല്ലാതെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് അവരെ എഴുതിയിട്ടുണ്ട്, മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുലീനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്നാണ് ഈ രോഗത്തെ പറ്റി കൂടുതൽ ഡോക്ടർമാർ സമ്മതിക്കുന്നു. 1939. ഭാവിയിൽ ഒരു വശം ശാസ്ത്രം എന്നെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേക്കാം. എന്നാൽ ഇതുവരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1939 അന്ന് എഴുതിയതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇന്നും പറ്റില്ല. ഒരു ചികിത്സ രീതി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഭാവിയിൽ ഒരു വശം ശാസ്ത്രം കണ്ടു ഇന്ന്, പക്ഷെ എന്നാൽ ഇന്ന് വരെ നമ്മളന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് എതിരായിട്ട് പറഞ്ഞാൽ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് എഴുതിയിട്ടില്ല. അവർ പറയുന്നത് ഭാവിയിൽ ഒരു പക്ഷെ കണ്ടുപിടിച്ചേക്കാം. പക്ഷെ ഇന്ന് നമുക്കറിയാവുന്നതാണ് ഒരു രാജ്യത്തും ഏത് രാജ്യത്ത് പോയാലും ട്രീറ്റ്മെന്റിനോട്ട് വരുന്നുണ്ടോ? എവിടെ പോയാലും ശരി തന്നെ. മദ്യം അത്രയ്ക്ക് മേല് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ്. മയക്കുമരുന്നായാലും കഞ്ചാവായാലും എനി ഫോം ഓഫ് ദീസ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസ്. ഒള്ളി ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ സ്വല്പ വ്യത്യാസമുണ്ട്. മദ്യപാനിയുടെ അബ്നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും അതല്ല ഡ്രഗ് എടുക്കുന്നവരുടെ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവരുടെ. ബട്ട് മാഡ്നസ്, ഇൻസാനിറ്റി ഗ്യാരണ്ടീഡാണ്. ഇൻസാനിറ്റി, ഭ്രാന്ത്, മാഡ്നസ് ഗ്യാരണ്ടീഡ്, ഇതെല്ലാത്തിനും. അതുകൊണ്ടാണ് പിന്നീട് ഉണ്ടായിരുന്ന കുറെ വർഷങ്ങൾക്ക് ശേഷമല്ലേ നർക്കോട്ടിക്സ് അനോണിമസ് ഒക്കെ ഉണ്ടാകുന്നത്. അവരുടെയും പടികൾ 12 പടികൾ തന്നെയാണ്. ദ സെയിം പ്രോഗ്രാം അല്ലേ അവരും പ്രാക്ടീസ് ചെയ്യുന്നത്. ബിഗ് ബുക്കിന് പകരം അവർക്ക് നർക്കോട്ടിക്സ് അനോണിമസ് തന്നെ അവർക്കും NAL-ലുള്ള ആളുകൾക്കും അവരുടെ ബിഗ് ബുക്ക് ഉണ്ട്, നാർക്കോട്ടിക്സ് അനോണിമസ്. ഇതിൽ പല ആളുകൾക്കും കഞ്ചാവും മദ്യവും ഉപയോഗിക്കുന്നവരുണ്ട്. 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ 1 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. പ്രോഗ്രാം ഈസ് ദ സെയിം. കാരണം രണ്ടിനും ഇതുവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഈ നിയന്ത്രണമില്ലാത്ത രീതിയിൽ കുടിച്ചിരുന്ന ആരെങ്കിലും ഒറ്റയടിക്ക് ഒരു മാന്യതകൾ കുടിക്കാൻ പറ്റുന്ന പിന്നീട് മാറിയിരുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ചില ആളുകളുടെ സംഭവത്തിൻ്റെ വളരെ റെയർലി ഒറ്റയടിക്ക് ചിലപ്പോൾ അങ്ങ് നിർത്തിയേക്കും, നല്ല കുട്ടിനായിട്ടിരുന്നു, പിന്നീട് കുടിക്കാതെയും പോകുന്നുണ്ടാവും. റെയർലി ഒരു പക്ഷെ ഞാൻ ഐ എം നോട്ട് ഷുവർ ഞാൻ ആരെങ്കിലും അങ്ങനെയുള്ള ഒരാളെ പറയാൻ പറ്റുന്നു. കാരണം മുമ്പോട്ട് പോകുമ്പോൾ ഈ മദ്യപാനത്തിന്റെ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറാൻ പോവാണ് അല്ലേ. ഈ ചാപ്റ്ററുകളിലൊക്കെ മദ്യാസക്തിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പല രീതിയിലുള്ള മദ്യാസക്തിയുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മദ്യപാനത്തെ കുറിച്ചല്ല പിന്നീട് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് വലിയ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി. ഇന്ന് നമുക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, ഒരു അഡിക്ഷനും ഇല്ലാത്ത മദ്യപാനിക്കുന്നവരല്ല, അഡിക്ഷൻ വേറെ എന്തെങ്കിലും കാണാതിരിക്കും, മദ്യപിക്കുന്നില്ല, ഒരു ഡ്രഗ്സ് ഒന്നും എടുക്കുന്നില്ല, അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒരു ഈ 12 പടി പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അതൊരു
കാരണം ഇത് അത്രയ്ക്ക് ഇതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ആത്മീയതയുടെ ആ ഡീപ്നെസ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കണ്ട, നമുക്ക് നമ്മളിലേക്കാണ് വരാം. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മുടെ ഈ മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പലരും പറയാറില്ല. ഈ ഒരു ഒരിക്കൽ മദ്യപാൻ രോഗിയാൽ സദാ മദ്യപാൻ രോഗി എന്ന് വീണു, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക് എന്നൊക്കെ പറയുന്ന അതിന് വളരെ രണ്ടർത്ഥങ്ങളാണെന്ന് പറയും. ചിലരതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ പറയും. ഒരിക്കൽ മദ്യപാനിയാൻ ഒരാളെ ഞാൻ എന്നും മദ്യപാനിയായിരിക്കും, മദ്യപാൻ രോഗിയായിരിക്കുന്നു. വി ആർ റിക്കവേർഡ് ഓഫ് ആൽക്കഹോൾ. നമ്മൾ 12 പടികൾ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് 11 പടി കഴിയുന്ന ഒരാളെ സംബന്ധിച്ചോളം പറയാം, യെസ് ഐ ആം റിക്കവേർഡ് ഫ്രം ആൽക്കഹോളിസം. അതുകൊണ്ടാണ് ബിഗ് ബുക്കിന്റെ ഫസ്റ്റ് പേജ് നമ്മൾ തുറന്ന ആൽക്കഹോളിക്സ് അനോണിമസ് എഴുതിയിരുന്ന ദ സ്റ്റോറി ഓഫ് തൗസൻഡ്സ് ഓഫ് റിക്കവേർഡ് the story of thousands of men and women recovered from alcoholism. ബിഗ് ബുക്കിന്റെ കഥ റിക്കവേർഡ് ആണ്. പക്ഷെ എന്താണ് വൺസ് ആൻ ആൽക്കഹോൾ? ഞാൻ വീണ്ടും ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ നിലയിലേക്ക് പോകും. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഐ എം ആൻ ആൽക്കഹോളിക് എന്നുള്ളതിന് ഓരോ മീറ്റിംഗിലും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് കൊടി നിർത്തണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ മദ്യത്തോട് പ്രതിരോധത്തിലായിരിക്കും തരുന്ന മുൻവരികളോ മനസ്സിന്റെ ചണ്ടാട്ടങ്ങളോ പാടില്ല. ആ ഭാഗം പറയുന്നത് ഒരു ബിസിനസ്മാന്റെ ഒരു കാര്യം പറയുന്നില്ലേ, അദ്ദേഹം 25 വർഷം മദ്യപിക്കാതിരുന്നതിന് ശേഷം, അന്ന് ഇല്ല, എക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഒരു വർഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വഴിയൊക്കെ ആയിരിക്കും അദ്ദേഹം 25 വർഷം മദ്യപിക്കാതിരുന്നതിന് ശേഷം അത് 55-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം, വലിയ പണക്കാരനായിരുന്നു, ജോലിയെല്ലാം മക്കൾക്കാരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും റിട്ടയർഡ് ലൈഫ്, ഇനി സ്വതന്ത്രമായിട്ട് ജീവിക്കാന്ന് റെസ്റ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ 55-ാമത്തെ വയസ്സിൽ കുടിക്കാൻ വേണ്ടിയിട്ടല്ല അയാൾ ഇനി കുടിക്കാന്നുള്ള രീതിയിലല്ല. പക്ഷെ ഒരു ദിവസം മനസ്സിലൊരു തോന്നലൊന്നും, മേ ബി ഐ ക്യാൻ ടേക്ക് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കുടിച്ചു. ഇല്ല, നമുക്കറിയാം എന്താണ്, അടുത്ത 5 വർഷത്തിന് മറ്റേ അദ്ദേഹം മരിച്ചു. 55-ാം വയസ്സിൽ 30-ാമത്തെ വയസ്സിൽ നിർത്തി, 55-ാമത്തെ വയസ്സിൽ ഒരു പെഗ് അടിച്ചു. അതിനുശേഷം പിന്നെ കുടി നിർത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല. വളരെ ദാരുണമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. നാല് വർഷത്തിനുള്ളിൽ ഒരു പെഗ് അടിച്ചതിന്റെ 25 വർഷം മദ്യപിക്കാതിരുന്ന 55 വയസ്സുകാരൻ 4 വർഷം കൊണ്ട് ലിവറും എല്ലാം അംഗത്തിലും പോയി കാണും, എല്ലാം പോയിട്ട് അദ്ദേഹം മരിക്കുന്നു. നമുക്കിതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബിഗ് ബുക്കിനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട്. വിശുദ്ധ ബൈബിൾ, വിശുദ്ധ ഖുറാൻ, വിശുദ്ധ ശ്രീമദ് ഭാഗവതം അതുപോലെ തന്നെ ഇതിനെ കാണണം. അതുകൊണ്ട് ഈ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് വിൽ പവർ ഇല്ല എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് അതും പറയുന്നുണ്ട്, സ്വന്തം ഇച്ഛാശക്തി വെച്ച് കൊടി നിർത്താമായിരുന്ന സമയത്തിന് ശേഷം വളരെ കാലം മദ്യപിച്ചുകൊണ്ടിരിക്കുമെന്നും കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞൊക്കെ ഞങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നു. സ്വന്തം ഇച്ഛാശക്തി. അതുകൊണ്ട് ഈ ഇച്ഛാശക്തി, വിൽ പവർ എന്നുള്ള കാര്യം മദ്യത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് ആ ഇച്ഛാശക്തിക്ക് കുറിച്ചാണ് പിന്നീട് നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കഥകളാണ്. ജിമ്മിന്റെ കഥ നമുക്കറിയാം. ജിം ഒരു പാലിൽ കൂട്ടി മദ്യം കഴിച്ച ആളാണെന്നുള്ള അറിയാലോ. അപ്പൊ ആ രീതിയിലെ ജിമ്മ്, ജയവാക്കറിന് റോഡ് കുറുകെ ചടങ്ങുകള്, ഫ്രെഡ്, ഈ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് അവസാനം ആ ചാപ്റ്റർ അവസാനിക്കുന്ന എന്താണ്, ആദ്യത്തെ കുടിയുടെ കാര്യത്തിൽ അമിത മദ്യപാനത്തിലേക്ക് ചില സമയങ്ങൾ ചെറുത്തു നിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല. വളരെ വിരളമായ ചില അപവാദങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്കോ മറ്റാർക്കും എന്തെങ്കിലും ഉപാധികൾ നൽകാൻ സാധ്യത. അയാൾക്ക് ചെറുത്തു നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ആ ദൈവത്തെ കണ്ടെത്തുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. ആ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ സുബോധവാന്മാരാക്കാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് 44-ാമത്തെ പേജിൽ വേണ്ടത്ര ശക്തിയുടെ അഭാവം, അതായിരുന്നു ഞങ്ങളുടെ ഗതികേട്. ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം, ഒരു ശക്തിയെ കണ്ടെത്തുന്നു. അതാകട്ടെ
വളരെ സ്പഷ്ടമായി ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തിയായിരിക്കുന്നു. പക്ഷെ എവിടെ എങ്ങനെ ഈ ശക്തിയെ കണ്ടെത്താനാവും? അതെ, ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം. മദ്യപാനം നിർത്തുക എന്നുള്ളതാണോ? ട്രാക്ക് മാറി വന്നില്ലേ? നിങ്ങളുടെ ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന, അതെ, ഈ ഗ്രന്ഥം എന്തിനുള്ളതാണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ. അതിനകത്ത് മദ്യം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പ്രധാന ഉദ്ദേശം, ബിഗ് ബുക്കിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുക, ദൈവത്തെ കണ്ടെത്തുക. അപ്പൊ ഞാൻ കുറച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പേരൊന്നും, അതെല്ലാം ദൈവത്തെ കണ്ടെത്താനുള്ളതല്ലേ. ക്രിസ്ത്യാനികൾക്കറിയാം അല്ലേ? ബൈബിൾ കൂടി പഠിച്ച് ബൈബിളിന്റെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയിലേക്ക് എത്താൻ പറ്റും. ഇസ്ലാമിലുള്ളവർക്കറിയാം. വളരെ ഭയത്തോടുകൂടിയൊക്കെ ഞാൻ ഈ വിശുദ്ധ ഖുർആനും നോക്കുന്നുണ്ട്. കുറച്ചുകളായിട്ടൊന്ന് ചുമ്മാ ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട് ഒന്ന് പഠിക്കാനായിട്ട്. വളരെ ശരിയായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളൂ അതിനകത്തെല്ലാം. ഭാഗവതം ഗീതയൊക്കെ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുള്ളൂ. എല്ലാം ഒരേ കാര്യം പറയും, ദൈവത്തെ അനുഭവിച്ചറിയുക. അത് തന്നെയാണ് നമ്മുടെ വിശുദ്ധ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള ഗ്രന്ഥവും പറയുന്നത്. നിങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ ഇടവരട്ടെ എന്നല്ല അടുത്ത ചാപ്റ്ററിലാണ് വാക്കുന്നത്, പക്ഷെ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രന്ഥം ടു ഫൈൻഡിങ് ഗോഡ്. കാരണം നമ്മൾ സുബോധമില്ലാത്തവരായിരുന്നു. ആ സുബോധമില്ലാത്തതിന് നമ്മളെ സുബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള, ഇത് എളുപ്പം എന്നുള്ളതല്ല, സിമ്പിളാണ് ബട്ട് നോട്ട് ഈസി. സിമ്പിൾ മറ്റോ നോട്ട് ഈസി എന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മൂലക്കല്ല്, ദാറ്റ് കോർണർ സ്റ്റോൺ ഫൗണ്ടിങ്, അതിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിയുകയാണെങ്കിൽ നമുക്ക് അടുത്ത മൂന്നാമത്തെ പടിയിലേക്ക് പോകാൻ പറ്റും. രണ്ടാമത്തെ പടിയുടെ ഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് നമ്മൾ സ്റ്റഡിയിൽ എടുത്താണ്. ഞാൻ ഓരോ പടിയിലെ കുറിച്ച് ഒരു ചെറിയൊരു ഒരു ബ്രീഫായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് നോട്ട് ഷുവർ തീർക്കാൻ പറ്റുമെന്ന്. കഴിഞ്ഞിടത്തോളം നോക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയോടെ എടുക്കാം. അപ്പൊ അവിടെ നമുക്കൊരു പ്രോമിസ് വരുന്നുണ്ട് ഈ രണ്ടാമത്തെ പടിയുടെ ഭാഗത്ത്. എന്താണ്? ഞങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ഞങ്ങൾ ദൈവത്തോടടുത്തപ്പോൾ ദൈവം നമ്മളോട് അടുത്തു വന്നു. ഇതൊരു പ്രോമിസാണ്. രണ്ടാമത്തെ പടിയുടെ പ്രോമിസ് ആയിട്ട് ഇതിനെ പറയപ്പെടുന്നു. പഴമക്കാർ പറയുന്നത്. എന്റെ സ്പോൺസർ അങ്ങനെയാണ്, ഞാൻ എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രോമിസ്, സെക്കൻഡ് സ്റ്റെപ്പ് പ്രോമിസ്. ഞങ്ങൾ ദൈവത്തോടടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. അതിനുശേഷമാണ് അടുത്ത ചാപ്റ്റർ വന്ന് മൂന്നാമത്തെ പടിയുടെ ഭാഗത്തേക്കും 3 ഉം 4 ഉം പടിയുടെ ഭാഗത്താണ് അടുത്ത ചാപ്റ്റർ ഉള്ളത്. അതിനകത്താണ് ഞങ്ങളുടെ പാത തികച്ചും thoroughly followed our path. പരാജയപ്പെടുക വിരളമാണ്. ഞങ്ങളുടെ പാത തികച്ചും 100% ആണ്, തികച്ചും. അതാണ് ഇവിടെയും ഇതൊരു ടു ഫോൾഡ് ഡിസീസ് ആയിട്ടാണ് പറയുന്നത്. തങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കാൻ ശാരീരികമായിട്ടും മാനസികമായും ഘടനകളാൽ കഴിവില്ലാത്ത സ്ത്രീപുരുഷന്മാരാണ് മിക്കപ്പോഴും. അപ്പൊ ഇതൊരു ടു ഫോൾഡ് ഡിസീസ് ആയിട്ടാണ് ഇവിടെ ഇപ്പോഴും പറയുന്നത്. മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത് 3 ഫോൾഡിലേക്ക് വരുന്നത്. അവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ അത് ലഭിക്കുന്നതിനോട് എത്ര ദൂരം പോകാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കാൻ തയ്യാറാവണം. അഥവാ നമ്മളുടെ മുമ്പിൽ ഒരു 12 പടികളുടെ പ്രോഗ്രാം മുമ്പിൽ വരുമ്പോൾ വായിക്കുമല്ലോ. അതുകൊണ്ട് അവിടെ നമ്മളോട് പറയുന്ന ഒരു വാക്ക് വളരെ, ആ പഴമക്കാർ അന്ന് എഴുതിയ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളുടെ അധീനതയിലുള്ള മുഴുവൻ ആത്മാർത്ഥയോടും കൂടി തുടക്കം മുതൽ തന്നെ ദൃഢമനസ്കരും ഭയരഹിതരുമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദേ ആർ ബെഗിങ്. ആദ്യത്തെ 100 പേര് ഈ ബുക്ക് എഴുതുമ്പോൾ 100 മെമ്പേഴ്സ്. ആദ്യത്തെ ഒന്നാമത്തെ എഡീഷനിലിരിക്കുന്ന 100ഓളം പേരുടെ അത് നിന്ന് സ്ത്രീ പുരുഷന്മാരുടെ 100 കണക്കിന് എഴുതി. They are begging, അപേക്ഷിക്കുകയാണ്. There's a way out. My dear brother, ഈ വഴിക്ക് പോയാൽ മതി. പ്ലീസ്, ഐ ആം ബെഗിങ് യു. ചില പറയത്തില്ലേ, വെറുതെ വണ്ടിയിൽ കയറണ്ട, അല്ലെങ്കിൽ ആ ട്രെയിനിൽ കയറണ്ട, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കണ്ട, നമുക്ക് വേറൊരു വഴിയുണ്ട്, പ്ലീസ്
അങ്ങനെ ഒരു ഇതൊരു അത് ആ സെയിം ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. പറയാണ് വി ആർ ബെഗിങ്, ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പൊ അതിനുശേഷം ഈ 12 പടിയുടെ തുടക്ക എഴുതുമ്പോൾ രോഗശമനത്തിൽ പരിപാടി എന്ന് നിർദ്ദേശിക്കുന്ന നടപടികൾ താഴെ വരിക്കുന്നു. അതിന് തൊട്ട് മുമ്പിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അർദ്ധ മനസ്സോടുകൂടിയുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. യെസ്, മൈ ഡിസിഷൻ ഈസ് ഹാഫ് മൈൻഡ് അല്ല, ഫുള്ളായിട്ട് ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം ഈ 12 പടികൾ. അപ്പൊ അത് കാരണം അതിന്റെ മുമ്പിലത്തെ പാരഗ്രാഫിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ മദ്യത്തോടാണ് വി ആർ ഡീലിംഗ് വിത്ത് ആൽക്കഹോൾ ബന്ധപ്പെടും. സൂത്രശാലിയും ചിന്താക്കുറവും ശക്തനുമായ മദ്യം സഹായം കൂടാതെ താങ്ങാനാവാത്താണ്. പക്ഷേ സർവ്വവിധ ശക്തിയുമുള്ള ഒന്നുണ്ട്, ആ ഒന്നാണ് ദൈവം. നിങ്ങൾ ഇപ്പോൾ അവനെ കണ്ടെത്താൻ ഇടവരട്ടെ. രണ്ടാമത്തെ പ്രാവശ്യം വരെയാണ് ദൈവം നമ്മളോട് അടുത്തു വരും എന്ന് പറയുന്നു. മേ യു ഫൈൻഡ് ഹിം നൗ. ദൈവത്തെ കണ്ടെത്താൻ ഇടവരട്ടെ. സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയാണ്. ദൈവത്തെ കണ്ടെത്തുന്ന പ്രോഗ്രാമാണ്. ആ 12 പടികള് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിനകത്ത് 3 കാര്യങ്ങൾ ആ പടികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്. ഞങ്ങൾ അമിത മദ്യപാനിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. സ്റ്റെപ്പ് 1, ഞങ്ങളുടെ രോഗം അഥവാ അമിത മദ്യപാനം ശമിക്കുന്നതിന് ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. സി, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. സ്റ്റെപ്പ് 2 and 3. എ സ്റ്റെപ്പ് 1, ബിയും സിയും സ്റ്റെപ്പ് 2 and 3. ദെൻ പറയുന്ന എന്താണ്? ഇത് ബോധ്യപ്പെട്ടാൽ, ഈ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് തിരിച്ചുവിടുവാൻ തീരുമാനമെടുത്തു എന്ന 3ാമത്തെ പടിയിലേക്ക് നാം എത്തിച്ചേരും. തിരിച്ചുവിടുവാൻ, ഇത് ബോധ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞെന്താണ്? ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല, ഞങ്ങളുടെ രോഗം ശമിപ്പിക്കുന്നതിന് ഒരു മനുഷ്യ ശക്തിക്കും കഴിയുമായിരുന്നില്ല. ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇത് സാധിക്കുകയും രോഗം. ഇത് ബോധ്യപ്പെട്ടാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ജീവിതം ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണം തിരിച്ചുവിടുവാൻ തീരുമാനമെടുത്തു. നമ്മുടെ 12 പടികൾ എഴുതുന്നത് അത് ഒരു അവിടെ ഇത് തന്നെയായിരുന്നു വേണ്ടത്. ഞങ്ങളുടെ ഇച്ഛകളും ജീവിതം ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. അത് വേണ്ടിയിരുന്നത് സംരക്ഷണത്തിലേക്ക് തിരിച്ചുവിടുവാൻ തീരുമാനിച്ചു. ടേൺ അവർ ലൈഫ്സ് എന്നല്ല എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ടേൺ, വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ സറണ്ടർ എന്നല്ല, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ എന്നല്ല. ടേൺ, വി ആർ ടേക്കിംഗ് എ യു ടേൺ. ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള പാതയിൽ നിന്ന് വഴി മാറുന്ന തീരുമാനമെടുക്കുന്നു. ഇത് ബോധ്യപ്പെട്ടാൽ, എ ബി സി 3 കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് പോകുന്ന ജീവിതം വിജയകരമായിരുന്നു നാം ബോധ്യമുള്ളവരായിരിക്കണം. അതിന്റെ 1ാമത്തെ ആവശ്യകത. എഗെയിൻ, ഇതിന്റെ 1ാമത്തെ ആവശ്യം എന്താണ്? സെൽഫ് വില്ലിൽ, അതാണ് സ്വേച്ഛയാൽ നയിക്കപ്പെട്ട ഈഗോയിൽ. ഈഗോ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ആ ഈഗോയുടെ ഒരു അർത്ഥത്തിൽ കാണില്ല. ഒരു ഭയങ്കര ഈഗോ ഉള്ള ആളാണ്. ആ ഈഗോ അല്ല. സ്വേച്ഛയാൽ, ഞാൻ എന്നുള്ള ഭാവം, ഞാൻ പറയുന്നത് ശരിയെന്നുള്ള ഈ ഭാവം, ഈ രീതിയിൽ ജീവിച്ചു പോയി കഴിഞ്ഞാൽ അത് ബോധിക്കുക. അതാണ് ഒരിക്കൽ കൂടി നമ്മോട് പറയുന്നതാണ് അതിന്റെ 1ാമത്തെ ആവശ്യകത. അഡ്മിറ്റിംഗ് ഡിഫീറ്റ്, അഡ്മിറ്റിംഗ് ഐ ആം പവർലെസ്. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ പടിയിൽ പോവും. അതിനുശേഷം 60ാമത്തെ പേജിലൊരു പാരഗ്രാഫ് മൊത്തം നല്ല രീതിയിൽ ഞാനത് ഈ ഗ്രൂപ്പിൽ നന്നായിട്ട് പറഞ്ഞിട്ടാണ് എന്താണ് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള പാരഗ്രാഫിനകത്ത് ഓരോ ഭാഗത്തും അവനുള്ളിടത്തൊക്കെ നിങ്ങളുടെ തന്നെ പേര് ഞാനൊരു എക്സാമ്പിളിന് ഇത്തിരി വായിക്കാം. എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത്? പ്രകടനം പലപ്പോഴും നല്ല നിലയിലായി തീരാറില്ല. ജീവിതം അവനോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെന്ന് അവൻ ചിന്തിക്കുക. അവിടെ നിങ്ങൾ വായിക്കുക, ജീവിതം തമ്പിയോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന് തമ്പി ചിന്തിക്കുവാൻ തുടങ്ങുന്നു. കൂടുതൽ ക്ലേശിച്ച് കഠിനം ചെയ്യാൻ തമ്പി തീരുമാനിക്കുന്നു. അടുത്ത സന്ദർഭത്തിൽ അയാൾ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഇനിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നവനോ കാരണവാനോ ആയിത്തീരുന്നു. അപ്പോഴും നാടക പ്രദർശനം തമ്പിക്ക്
യോജ്യമാവുന്നില്ല. ഏതാണ്ടൊക്കെ തെറ്റ് തമ്പിക്ക് പറ്റിയിട്ടൊന്ന് സമ്മതിക്കുമെങ്കിലും മറ്റുള്ളവരെയാണ് കൂറ്റുപ്പെടുത്തുന്ന കാര്യത്തിൽ തമ്പിക്ക് ഉറപ്പാണ്. തമ്പി കോപിഷ്ണും ധാർമ്മിക രോഷവും. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിന് വളരെ അർത്ഥമുള്ളത് മനസ്സിലാവും. നമ്മളല്ലാതെ സിംപ്ലി ഇങ്ങനെ വായിച്ചു ഞാനായിട്ട് മാറണം, അയാൾ അവൻ എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേരിട്ടിട്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ആ ഭാഗത്ത് നമ്മുടെ പേരുകൾ ചേർത്ത് വായിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ കുറച്ച് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ മുമ്പ് പറഞ്ഞാണ് 62ാമത്തെ പേജിൽ വീണ്ടും പറയുന്നുണ്ട്, ഇന്നിനെ കുറിച്ചും നാളെ കുറിച്ചും ഇനി അങ്ങോട്ടുമുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി, ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. വി ആർ റീബോൺ. സെക്കൻഡ് ടൈം ബിഗ് ബുക്കിൽ പറഞ്ഞിരിക്കുകയാണ്. വില്ലിന്റെ കഥയെ പറയുന്നു, ഇപ്പോൾ വീണ്ടും പറയുന്നു, ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. വി ആർ ദ റീബോൺസ്. നമ്മൾ മരിച്ചവരായിരുന്നു. പ്ലീസ് ഇത് മനസ്സിലാക്കുക. നമുക്കൊരു വീണ്ടും ജന്മം കിട്ടിയ ഇങ്ങനെയുള്ളൊരു ആളുകളെ ഇല്ല ഈ ലോകത്തിൽ, ഇന്ന് വരെ ഇല്ല. മരിച്ചിട്ട് ഉയർത്തപ്പെട്ടവരാണ് നമ്മൾ. ഇതാണ് വാസ്തവം. ഇതിനെ അംഗീകരിക്കണം. ഈ പുനർജന്മത്തിൽ നമ്മൾ പഴയ സ്വഭാവമായിട്ട് ജീവിക്കരുത്. അതാണ് ഇതിന്റെ ഉദ്ദേശം. കുഞ്ഞു കുട്ടികളെ പോലെ നമ്മൾ പുതുതായിട്ട് ശിക്ഷിക്കണം എന്ന് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയുടെ പോലെ നഴ്സറി സ്കൂളിൽ പോകണമെന്നല്ല പറയുന്നത്. എന്റെ കഴിഞ്ഞ കാലത്തിലുള്ള സ്വഭാവ രീതികളെ ഞാൻ ആ പുതിയൊരു തലത്തിലേക്ക് ഞാൻ മാറുവാനായിട്ട് തീരുമാനമെടുത്തു. തിരിച്ചുവിടുവാൻ എന്റെ ജീവിതവും എന്റെ ഇച്ഛകളും ഞാൻ മനസ്സിലാക്കിയ ദൈവത്തിലേക്ക് തിരിച്ചുവിടുവാൻ തീരുമാനമെടുത്ത് ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ്, ഐ ആം റീബോൺ. അപ്പൊ ഇപ്പോൾ നമ്മൾ 3ാമത്തെ പടിയിലായിരുന്നു. അവിടെ 3ാമത്തെ പടിയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 3ാമത്തെ പടിയുടെ പ്രാർത്ഥന എന്നും വായിച്ചാൽ നല്ലതായിരിക്കും. എന്നും വായിച്ചാൽ. അതുകൊണ്ട് ഈ 3ാമത്തെ പടിയിൽ നമുക്കൊരു നല്ലൊരു ഡിസിഷൻ നമ്മൾ എടുക്കും. പിന്നീട് നമ്മൾ മുന്നോട്ട് പോയത് ഊർജ്ജസ്വലമുള്ള പ്രവൃത്തിയിൽ മേലൂന്നിയതാണ്. അഥവാ 4ാമത്തെ പടിയിലേക്കാണ്. അതിന്റെ ഇടയ്ക്ക് 3ാമത്തെ പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിന്നീട് ഈ 3ാമത്തെ പടിയുടെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ആ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാൻ അത് വായിക്കുന്നില്ല. പറഞ്ഞാണ് അതിന്റെ ആദ്യത്തെ പടി ഞങ്ങളിൽ അധികം ആരും ചെയ്യാൻ പാടില്ലാത്ത വ്യക്തിപരമായ വീട് വൃത്തിയാക്കൽ പ്രക്രിയയായിരുന്നു. വീട് വൃത്തിയാക്കൽ, ക്ലീൻ ഹൗസ്. ഡോക്ടർ ബോബ് എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ചീട്ട്, ക്ലീൻ ട്രസ്റ്റ് ഗോഡ്, ക്ലീൻ ഹൗസ്, ഹെൽപ്പ് അതേഴ്സ്. 3 കാര്യമാണ് അദ്ദേഹം എഴുതിയിട്ട് പോയത് അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഉള്ളൊരു നിങ്ങൾക്കറിയാം, ആർക്കൈവ്സിലൊക്കെ ഉണ്ട്. അത് നമ്മളെപ്പോഴും പറയാനാണ് ഈ പ്രോഗ്രാമിന്റെ സംക്ഷിപ്തം. ഡോക്ടർ ബോബിന്റെ ആ ഒരു വാക്കുകൾ ഇന്നത്തെ ഇവിടെ ക്ലീൻ ഹൗസ് എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധനാക്കുക. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ശുദ്ധമാക്കുക. ചിന്തകളും കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും നാവിനെയൊക്കെ ശുദ്ധനാക്കുന്ന പ്രക്രിയ. അതല്ലെങ്കിൽ നമ്മൾ ഈ 3ാമത്തെ പടിയിൽ എടുത്ത തീരുമാനം ഞങ്ങളുടെ ജീവിതം ഇച്ഛയും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക്, ആ വഴിയിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതിന്, ആ തീരുമാനത്തിന് പ്രയോജനം ഉണ്ടാവില്ല. അഥവാ നമ്മൾ 4th സ്റ്റെപ്പ് ചെയ്തിരിക്കണം. ഒരു 4th സ്റ്റെപ്പ് ചെയ്താൽ 5th സ്റ്റെപ്പ് നടക്കും. പലപ്പോഴും സംഭവിക്കുന്ന അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇതിന് ഇത്ര ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും പലരും 1, 2, 3 പടിയിൽ വന്നിട്ട് നിന്നു പോകും. പക്ഷെ ഇവിടെ പറയുന്നതാണ്, പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഊർജ്ജസ്വലമായ ആക്ഷൻ സ്റ്റെപ്പുകളാണ്, പ്രവൃത്തിയിന്മേൽ ഊന്നിയാണ്. പ്രവൃത്തി 1, 2, 3 പടികളിൽ ഒരു പ്രവൃത്തിയുമില്ല. ദൈവകൃപയാണ്. ആ ദൈവകൃപയെ അനുഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് 1, 2, 3 പടി. പക്ഷെ 4 ഇനി അങ്ങോട്ടുള്ളതിനകത്ത് എനിക്ക് ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ. അതാണ് എന്നെ ശുദ്ധനാക്കാനുള്ള ആ കണക്കെടുപ്പ് എടുക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഇത്തരം തീരുമാനം എടുത്തിട്ട്, കാരണം ഇവിടെ വീണ്ടും എഴുതിയിരിക്കണം, ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അതിന്റെ മുമ്പത്തെ ഭാഗത്ത് ഇവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ മദ്യപാനം നിർത്തി എന്നുള്ളൊരു തുടക്കം മാത്രമായിരുന്നു. ഇവിടെ മദ്യം ലക്ഷണം ഇനിയും പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ. 1 അല്ല 2 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീടുള്ള കുടുംബത്തിൽ പറയുന്നുണ്ട്, സെസേഷൻ ഓഫ് ഡ്രിങ്കിങ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. പിന്നീടുള്ള കുടുംബത്തിൽ. സോ
ഇതൊരു ലക്ഷണം മാത്രം. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ആ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് വിദ്വേഷമാണ് പ്രധാന ശത്രു. നമ്മുടെ പ്രധാന ശത്രു മദ്യമല്ല, വിദ്വേഷമാണ്. അത് എന്താണ് നമ്മളെ കൊണ്ട് പറ്റിക്കുന്നത്? എന്താണ് അത്? അമിത മദ്യപാനികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. എല്ലാ ആത്മീയ രോഗങ്ങളുടെ ആരംഭം അവിടെ നിന്നാണ്. കാരണം എല്ലാ ആത്മീയ രോഗങ്ങളുടെ ആരംഭം കാരണം ഞങ്ങൾ ശാരീരികമായും മാനസികമായും മാത്രം രോഗം, മറിച്ച ആത്മീയമായ രോഗമുള്ളവർ കൂടിയായിരുന്നു. ഇവിടെയാണ് പറയുന്നത് നൗ ഇറ്റ് ബിക്കേം ദ ത്രീ ഫോൾഡ് സ്റ്റെപ്പ്. 3 ലക്ഷണങ്ങൾ ആത്മീയമായിട്ട് രോഗമുള്ളെന്നുള്ള ഈ ഭാഗമാണ്. ഇതുവരെ നമ്മൾ എല്ലാ ചാപ്റ്ററുകളും ശാരീരികമായും മാനസികമായും മാത്രമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? മറിച്ച് ആത്മീയമായ രോഗമുള്ളവരായിരുന്നു. അതിനകത്ത് ഒരു തെറ്റ്, മലയാളത്തിൽ തെറ്റുണ്ട്. ശാരീരികമായ ദുരിതം തരണം ചെയ്തിട്ടുള്ളത് തെറ്റാണത്. ആത്മീയമായ ദുരിതം തരണം ചെയ്തപ്പോൾ നാം മാനസികമായും ശാരീരികമായും തളർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും തെറ്റാണ്. വളർന്നു, നിവർന്നു, ഉണർന്നു എന്നാണ് അതിന്റെ വേണ്ടത്. അത് 2 തെറ്റുണ്ട്. നിങ്ങൾ ബുക്കുള്ളവരത് തീർച്ചയായിട്ടും അത് തിരിച്ച് പഠിക്കണം. അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ്. തളർന്നു എന്നാണ് പറയുന്നത്. തളരുകയല്ല ചെയ്യുന്നത്, ഉണരുകയാണ്, നിവർന്നുകയാണ് ചെയ്യുന്നത്. അത് ഇംഗ്ലീഷ് ബുക്ക് ചേർത്ത് വെച്ച് വായിക്കുക. അതുകൊണ്ട് വിദ്വേഷം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ അതൊക്കെ ഒരു കടലാസിൽ എഴുതുന്നു. മനസ്സിൽ കൂടി ചിന്തിച്ച് പോയാൽ പോരാ. പലരോടും പലരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് 5-ാം പടി മനസ്സിൽ ദൈവമായിട്ട് പറയുക. പിന്നെ ഒരാളോട് പറയാൻ ഉള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. തെറ്റാണത്. അങ്ങനെ 12 പടികൾ വർക്ക് ചെയ്യാന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാത്തിൻ്റെയും എന്താണ്, ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുടെ ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. അതിനുശേഷം നമുക്കൊരു സാമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് ഇടേണ്ടതെന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വില കുറഞ്ഞ മതിപ്പ്, സെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് എഴുതണം. നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, നമ്മൾ വൃണിത ഹൃദയരായി ഞങ്ങൾ കത്തിജരിക്കുന്നവരെ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വളരെ സിമ്പിളാണ്. ഇത് എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരാർക്കെങ്കിലും ഇപ്പോഴെങ്കിലും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അവരെ സഹായിക്കാനായിട്ട് ഞാൻ സന്നദ്ധനാണ്. ഫോർത്ത് സ്റ്റെപ്പ് എഴുതാതെ നിങ്ങൾ ആരും വിചാരിക്കരുത്. ഫോർത്ത് സ്റ്റെപ്പ് എഴുതാതെ ഈ നമുക്കൊരു സാമ്പിൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ബിഗ് ബുക്കിന്റെ രീതി തന്നെ ചെയ്യണം. ഇത് കണ്ട് പേടിക്കാനൊന്നുമില്ല. ഈ ടേബിൾ കണ്ടിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. എനിക്ക് ആരോടാണ് വിദ്വേഷം, അതിന്റെ കാരണം എന്താണ്, അതിൽ എന്റെ പങ്ക് എന്താണ്, ഞാൻ അതിന് എന്ത് വേണ്ടാന്ന്, അത് എന്നെ എങ്ങനെ ബാധിക്കുന്നു, ഇത്രേ ഉള്ളൂ. നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ഒരുപാട് 100 പേരൊന്നും ഉണ്ടാവില്ല വിദ്വേഷത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ ദ്രോഹിച്ചവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ 8-10 പേരുണ്ടാവുമായിരിക്കും. ഭയത്തിന്റെ കാര്യത്തിൽ 3-4-5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയമുണ്ട്. ഇത്രേ ഉള്ളൂ. എഴുതുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് എഴുതി തീർക്കാം, ഉത്സാഹം കാണിക്കുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക്, കാരണം വീണ്ടും നമ്മളോട് പറയുന്നുണ്ട്, ഈ അഗാധമായ വിദ്വേഷം നിഷ്ഫലവും അസന്തുഷ്ട എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. സോ ഈ കാര്യത്തിൽ അഗാധമായ വിദ്വേഷം ഇതിന് നമുക്ക് ഒഴിവാക്കണം. അതുപോലെ തന്നെ അതിന്റെ താഴത്ത് പറയുന്ന കോപത്തിൽ നമുക്ക് സ്വതന്ത്രരാകണം. അതിന്റെ ആ പാരഗ്രാഫ്, അഗാധമായ വിദ്വേഷം എന്നുള്ള ആ പാരഗ്രാഫ് മുഴുവൻ നിങ്ങൾ വായിച്ച് പഠിക്കണം. റിസന്റ്മെന്റിനെ കുറിച്ച് മാത്രമാണ് എഴുതുന്നത്. അതിന്റെ അടുത്ത പാരഗ്രാഫിൽ ഉള്ളത് കോപത്തിനെ കുറിച്ചാണ്. ആങ്കർ, റിസന്റ്മെന്റ്, ആങ്കർ. പിന്നീട് നമ്മളെ ഫോർത്ത് സ്റ്റെപ്പിൽ ഒരു പ്രയർ, 3-ാമത്തെ പടിയിൽ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു പ്രയർ ആയിട്ട് സാധാരണ പഴമക്കാരായിട്ടുള്ള എന്റെ സ്പോൺസർ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, സന്തോഷം ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോട് കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിച്ചു. 4-ാമത്തെ പടിയിൽ ഒരു പ്രയർ. 4-ാമത്തെ പടിയിൽ 3-4 പ്രയറുണ്ട്. 3-ആണോ 4-ആണോ എനിക്ക് ഓർമ്മയില്ല. അതായത് വീണ്ടും മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കാണാം. അതിനുശേഷം നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയത്തിന് ഞങ്ങൾക്ക് പശ്ചാത്തപിക്കണം വേണ്ടി വന്നിട്ടില്ല. ആത്മീയത, സ്പിരിച്വലായിട്ട് ജീവിക്കുന്നത്
കഴിവുകേടിന്റെ വഴിയാണെന്ന് കരുതുന്നവരൊക്കെ ഞങ്ങൾ ചിരിക്കുന്നു. ചിലരൊക്കെ ഉണ്ടല്ലോ, ഇതിൽ സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചില കൂട്ടുകാരൊക്കെ പറയും ഭയങ്കര സ്പിരിച്വൽ ആയിട്ടാണല്ലോ, എന്തോ ഒരു ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതിനൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ശരിയായിട്ട് നമ്മുടെ എന്താണ് വിരോധാഭാസം എന്ന് പറയുന്നത്, പറയട്ടെ, ആത്മീയത എന്ന് പറയുന്നത് ശക്തിയുടെ മാർഗമാണ്. ആത്മീയതയുടെ ജീവിതത്തിൽ ജീവിക്കാനും ഭയമില്ല, പല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റും. ആരുടെ മുമ്പിൽ നമുക്ക് കുനിയേണ്ട വരത്തില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ധീരതയാണെന്ന് പറയുന്നുണ്ട്. ധീരതയാണ്. അതിനു വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വീണ്ടും ഒരു പ്രയർ, ഫോർത്ത് സ്റ്റെപ്പിന്റെ തന്നെ ഒരു പ്രയർ, പലരിലും ഭയത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ ഭയം, പേടി മാറ്റിത്തരാൻ എന്താകാനാണ് അവിടെ ഉദ്ദേശിച്ചത് കാട്ടിത്തരാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. സോ സിമ്പിൾ. ദൈവമേ, എന്നെ പേടി മാറ്റിത്തരാൻ ഞാൻ എന്താകാനാണ് അവിടെ നിന്ന് ഉദ്ദേശിച്ചത് കാട്ടിത്തരാൻ ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പെട്ടെന്ന് ഞാൻ പേടിയിൽ നിന്ന് മുക്തനായി. പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പ്രാർത്ഥിക്കണം, ഡെയിലി പ്രാർത്ഥിക്കണം, 10 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയം ഉണ്ടാവില്ല. പിന്നെ ഇല്യൂഷൻ, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം. പിന്നെ ലൈംഗികത, ഇതെല്ലാത്തിനും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുപ്പം മുതലേ ചിലപ്പോൾ ദുരുപയോഗപ്പെട്ടിട്ടുണ്ട്. നമ്മൾ യുവത്വത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പലരുടെ ജീവിതത്തിന് നമ്മൾ ചവിട്ടി കശക്കി എറിഞ്ഞിട്ടുണ്ടാവാം. ഭയത്തോടുകൂടി സെക്ഷനെ കണ്ടിട്ട് പലരും ആ ഒരു ഭയത്തിൽ പോലും ജീവിച്ചിട്ട് മദ്യപാനികളായിട്ടുണ്ട്. സെക്സിനെ കുറിച്ച് ഓർത്ത് ഭയം, മനസ്സിലായില്ലേ? പിന്നെ പല രീതിയിലുള്ള ഇന്നത്തെ നമുക്കെല്ലാം, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ തുറന്ന് ഉത്തരം പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം നമ്മള്, കാരണം ഇതെല്ലാവർക്കും പ്രശ്നമുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാറണം. അതെല്ലാം കടലാസിൽ എഴുതുന്നത്. അതെന്താണ്? ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പുനഃപരിശോധിച്ചു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും? നമ്മൾ മുമ്പ് പറഞ്ഞത് സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ് സെന്റേർഡ്നെസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ അവർ പ്രോബ്ലംസ്. സ്വാർത്ഥതയും സ്വകേന്ദ്രികവുമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുന്നിടത്ത് തന്നെ പറയാണ്. സ്വാർത്ഥരും സത്യസന്ധത ഇല്ലാത്തവരും പുറന്തള്ളപ്പെട്ടവരുമായത്. ഒക്കെയാണ് ഞങ്ങൾ മുറിവേൽപ്പിച്ചത്? ഞങ്ങൾ അന്യായമായ അസൂയ, സംശയം, പരുഷ സ്വഭാവമുള്ളവരുമായിരുന്നില്ലേ? ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മറിച്ച് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഇതെല്ലാം കടലാസിൽ പകർത്തി പരിശോധിച്ചു. അപ്പൊ പിന്നെ മനസ്സിൽ കൂടെ ഇത് പോയി എങ്ങനെയാ ചിലരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ സ്പോൺസർമാർ പറയുന്നുണ്ടോ, പഴമക്കാർ പറയുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല അങ്ങനെയുള്ള ആളുകളോട് എന്ത് പറയണമെന്ന്. ഡോൺ ഡു ഇറ്റ്. എഴുതാൻ നിസ്സാരം ഇതുണ്ട്. അതിനുശേഷമുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വിധം. അപ്പൊ മുമ്പേ പറഞ്ഞു, ഈ വിധം ഉദാത്തമായ ഒരു പ്രയറാണ്. അഗൈൻ അവിടെ ഇങ്ങനെ വായിച്ചു പോവുക. ദൈവമേ, ഉദാത്തമായ തെളിഞ്ഞ കുടുംബജീവിതത്തിന് രൂപം നൽകാൻ ഞാൻ ശ്രമിക്കുന്നു. എല്ലാ ബന്ധങ്ങളെയും ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥപരമായിരുന്നു. മാതൃകാപരമായ ഒരു കുടുംബ ജീവിതം രൂപപ്പെടാനും അതിൽ ജീവിക്കാനും ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് നല്ലതാണെന്നും ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഞങ്ങളെന്നാണ് ബിബ്ലിക്കല്. അത് ലാഘവത്തോടെ എടുക്കാനോ സ്വാർത്ഥതപരമല്ല, അവജ്ഞതയോടോ ആർത്തിയോടെയോ കാണേണ്ടതുമല്ല. അതാണ് കാരണം. ദൈവം തന്നതാണിത്. മാനുഷികമായിട്ടുള്ള ഹ്യൂമൻ ഇൻസ്റ്റിങ്സ് അല്ലേ, ജന്മവാസനകൾ ജനിച്ചപ്പോ തന്നെ നമ്മൾ ക്രിയേഷനിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. നമ്മൾക്കൊക്കെ പറ്റിയത് നമ്മൾ ദുരുപയോഗം ചെയ്തു. മറ്റുള്ളവരെ കൺസിഡർ ചെയ്ത്, മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ, എന്നിട്ട് അതിനുശേഷമുള്ള കുറ്റബോധത്തിലും മറ്റു പല രീതിയിലും മദ്യപിക്കുന്നു. ചിലർ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഒന്നും പോകാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും എല്ലാവരും ഒന്നും ആവണമെന്നില്ല. പക്ഷെ മോസ്റ്റ്ലി നമ്മുടെ ബുക്ക് പറയുന്നതിനനുസരിച്ച് ഇതിനെ ഞങ്ങൾക്കെല്ലാം ലൈംഗിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അത് ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണെന്നല്ല, പല രീതിയിലോ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പൊ അത് സ്പോൺസറുമായിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കണം. അപ്പൊ ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നം പോലെ സെക്സ് ഞങ്ങൾ കൈകാര്യം, ഞങ്ങൾ ഓർത്തിരിക്കുക. അതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ എഴുതി കഴിഞ്ഞിട്ട് നമ്മളില്ലേ ഇവിടെ പറയുന്ന എന്താണ്, നാം പശ്ചാത്തപിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്താൽ നാം ക്ഷമിക്കപ്പെടുന്ന ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വരുന്നു. അല്ലാത്ത പക്ഷം
നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞതല്ല, ബുക്ക് പറയുന്നതാണ്. ആദ്യത്തെ 100 പേരുള്ള ചൊല്ലാണ്, ഇന്നും അത് വാലിഡാണ്. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുകയും. ഞങ്ങൾ സമർത്ഥിക്കുന്ന മറിച്ച അനുഭവത്തിൽ പഠിച്ച വസ്തുതകളാണ്. അതുകൊണ്ട് സെക്സിന്റെ കാര്യത്തില് ശരിയായിട്ടുള്ള വീണ്ടും ഒരു പ്രയർ ആയിട്ട് തന്നെ ഇതിനെ കാണണം. യഥാർത്ഥ മാതൃകയ്ക്കായി, നൈർമല്യത്തിനായി, ശരിയായ കാര്യങ്ങളുടെ ധൈര്യത്തിനായി പ്രാർത്ഥിക്കാം. സെക്സ് പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നു. ഞങ്ങൾ അവരെ സഹായിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഫോർത്ത് സ്റ്റെപ്പ്. ഇത് ഞങ്ങളിൽ നിന്ന് മുക്തരാക്കുന്നു. കീഴടങ്ങുന്ന ഹൃദയവും ഗർവിഷ്ഠമായ ആ ശക്തിയെ തണുപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിന്തകളിലേക്ക് പലപ്പോഴും സെക്ഷൽ ആയിട്ടുള്ള തോട്ടുകൾ പല രീതിയിലും വരുമ്പോൾ നമ്മൾ അവിടെ ആ മനസ്സിനെ മാറ്റാനായിട്ട് മറ്റൊരാളെ സഹായിക്കാൻ എങ്ങനെ സാധിക്കുന്ന തലത്തിലേക്ക് മാറുക. അതൊരു ആൽക്കഹോളിക്കിനെ സഹായിക്കാമെന്ന് മാത്രമല്ല, നമ്മുടെ സ്വന്തത്തിലോ നാട്ടിലോ വീട്ടിലോ അടുത്തുള്ള ഏതെങ്കിലും കഷ്ടം അനുഭവിക്കുന്ന ഒരാളുടെ സഹായിക്കാനോ ആശുപത്രി കിടക്കുന്ന ഒരാളെ പോയി കാണാൻ പോയേക്കാന്ന് വിചാരിക്കുക. ഈ ഫോൺ കാണുക, ഇതൊക്കെ ഇപ്പൊ കോമൺ ആണല്ലോ സോഷ്യൽ മീഡിയ നോക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചാറ്റിങ്, വാട്സപ്പില് ഫോട്ടോസ് ഷെയർ ചെയ്യൽ, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഏക മാർഗം മറ്റൊരാളെ സഹായിക്കുക. മദ്യപാനത്തിന്റെ കാര്യത്തിലും അത് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഏക വഴി ഇത് മാത്രമാണ്. ടു ടേൺ മൈ വിൽ ടു ഗോഡ്സ് വിൽ. മറ്റൊരാളെ സഹായിക്കുക. അതിനുള്ള ആ രീതിയിലുള്ളൊരു നമ്മളൊരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉതകുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മളതിന് വില്ലിങ്നെസ് ആണ്. അതല്ല, വില്ലിങ്നെസ് ഈസ് ദ കീ വേർഡ്. സന്നദ്ധതയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ താക്കോൽ. അങ്ങനെയുള്ളൊരു സന്നദ്ധതയിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ പറയുന്ന ആ ഭാഗത്ത് പറയുന്നത് എന്താണ്? സ്വന്തം ഇച്ഛാശക്തി ദൈവത്തിനും ഞങ്ങൾക്കുമിടയിൽ തടസ്സം നിന്നാലും ദൈവത്തിന് അത് മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ ഈ മുമ്പ് പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു സന്നദ്ധതയോടുകൂടി നമ്മൾ ഈ ഇച്ഛാശക്തി, മറ്റൊരാളെ സഹായിക്കാനുള്ള ഇച്ഛാശക്തിയും ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ സന്നദ്ധനാണ്. ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം വൈകല്യങ്ങളെ കുറിച്ച് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു തുടക്കം നടത്തി കഴിഞ്ഞു. ദാറ്റ് മീൻസ് നിങ്ങൾ നാലാമത്തെ പടി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് സ്റ്റാർട്ടഡ് എ ബിഗിനിങ്. ഒരു തുടക്കമാണ്. അല്ലാതെ 1, 2, 3 പടി കഴിഞ്ഞിട്ട് നേരെ മറ്റുള്ളവരെ സഹായിക്കാൻ മെസ്സേജ് കൊടുക്കാൻ നടക്കരുത് പ്ലീസ്. മെസ്സേജ് കൊടുക്കാൻ ഒരു പടിയിലും പോകണ്ട. ഒരാഴ്ച സോബറായിരിക്കുമ്പോഴും പറയാൻ പറ്റും, ഞാൻ 7 ദിവസമായിട്ട് വീട്ടിലെ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു വിളിച്ചോ. നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് പറയാൻ പറഞ്ഞ, നീ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ എല്ലായിട്ടും സംസാരിക്കണം, അവനെ മീറ്റിങ്ങിന് വരാനായിട്ട് വിളിക്കണം. അതെല്ലാം 12 സ്റ്റെപ്പിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ പടിയും ചെയ്തിട്ട് ആരെങ്കിലും സഹായിക്കാമെന്നൊന്നും അല്ല ഇതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? 3 ദിവസം എയിൽ പോയിട്ട് മദ്യപിക്കാതിരിക്കുന്ന ഒരാൾക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ 3 ദിവസമായിട്ട് വിളിച്ചിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ, എനിക്ക് വളരെ ഇത് ഇംപ്രസീവ് ആണെന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. അത് മറ്റൊരാളെ സഹായിക്കുന്ന മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ഇല്ലാത്തത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒന്നാമത്തെ പടിയെ കുറിച്ച് ചോദിച്ചാൽ 3 ദിവസം അല്ലെങ്കിൽ 1 മാസം സോബറായിട്ടുള്ള ഒരാൾക്ക് 1, 2, 3 പടികളൊന്നും വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് 170-ാമത്തെ പേജ് പറയുന്നത്, നിങ്ങളില്ലാത്ത ഒന്ന് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പക്ഷെ മെസ്സേജ് കൊടുക്കാൻ പറ്റും. ദേർ ഇസ് എ മീറ്റിംഗ്, ഇന്ന സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോവാം, ഞാനും വരാം, നമുക്ക് ഒന്നിച്ച് പോവാം. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം, അപ്പൊ ഇതൊരു തുടക്കമാണ്, നല്ലൊരു തുടക്കം. അതങ്ങനെയെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന സത്യത്തിന്റെ സിംഹഭാവം നിങ്ങൾ വിഴുങ്ങുകയോ ദഹിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വളരെ നല്ലൊരു തലത്തിലേക്ക് മാറാം. അപ്പൊ ആരാണ് അലക്സ? ഇന്നത്തെ നമുക്ക് തീർക്കാൻ പറ്റില്ല, ഒരു സെഷനോടെ എടുക്കാൻ നിങ്ങൾക്ക് അടുത്ത ഒരു ചൊവ്വാഴ്ചയൊക്കെ തരികയാണെങ്കിൽ നമുക്ക് 5-ാമത്തെ പടി മുതലിന്റെ ഉണ്ടല്ലോ, ഇത് ഇനിയുള്ളത് പെട്ടെന്ന് തീർക്കാം. പക്ഷെ ഒരു സെഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അലക്സ് ആരാണ്? രാജേഷേട്ടനോട് ചോദിക്കും. രാജേഷേട്ടാ ഒന്ന് അല്ല, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനതിൽ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നത്തോട് നിർത്തുകയാണ്. ആർക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട്